ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പേപ്പർ ഹൗസ് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് പേപ്പർ ഹൗസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പേപ്പർ ഹൗസ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. നമുക്ക് 3 A4 സൈസ് കളർ പേപ്പർ വേണം. ഇപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ 2 ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഗ്രീൻ ആണെങ്കിൽ വേണ്ട 2 ഗ്രീൻ എടുക്കാം, പിങ്ക് ആണെങ്കിൽ 2 പിങ്ക് എടുക്കണം. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ 2 സൈസാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ വേറെ കളറായിട്ട് എടുക്കുകയാണെങ്കിൽ രസമല്ലായിരിക്കും കാണാം. പിന്നെ നമുക്ക് 3 A4 സൈസ് വേണം, പിന്നെ സ്റ്റാപ്ലർ വേണം, പിന്നെ സീസേഴ്സും വേണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അത് തന്നെ നമുക്ക് ഈ ഗ്രീൻ പേപ്പർ മാറ്റി വെക്കാം, ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ വരേൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ആക്കണം. അടുത്തതും അതുപോലെ തന്നെ ആക്കണം. എന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെ സൈഡിലോട്ടാക്കണം. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു വയർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വരയിലെടുത്ത് കൊണ്ടുവെക്കണം. ഇങ്ങനെ രണ്ടും അതുപോലെ തന്നെ വെക്കണം. ഇനി അടുത്ത ബ്ലൂ പേപ്പർ എടുക്കാം. നമ്മളിപ്പോൾ മടക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അടുത്ത ബ്ലൂ പേപ്പർ നമുക്ക് എടുക്കാം. അടുത്ത ബ്ലൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ബ്ലൂ പേപ്പർ ചെയ്ത പോലെ തന്നെ മറ്റേനും ചെയ്യാം. ഇങ്ങനെ മടക്കാം. ഇപ്പം നമ്മളിത് 2 സെയിം ആണ്, നമ്മൾ ഉണ്ടാക്കി സെയിം ആയിട്ട് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പർ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പേപ്പർ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സിസേഴ്സ് എടുക്കണം. നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് ഇതിങ്ങനെ നേരെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് മറ്റേ സൈഡിലോട്ടും കട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മളിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇപ്പം നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ ഈ സാധനം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഈ സാധനം അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വെക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം മാത്രം എടുത്തിട്ട് ഇനി നമ്മൾ ഈ സൈഡ് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടാക്കാം. നമ്മൾ കട്ട് ചെയ്ത വശത്തോട്ട് ആക്കാം. എൻ്റെ മറ്റേ സൈഡ് അതുപോലെ തന്നെ ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് പോകാം. മറ്റേത് അതുപോലെ ആക്കാം. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റാപ്ലർ അടിച്ചിട്ട് നമ്മളുടെ ഈ സൈഡിലില്ലേ അടിച്ചു കൊടുക്കാം. അടുത്ത സൈഡിൽ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ട് നമ്മൾ സ്റ്റാപ്ലർ 2 എടുത്ത് അടിച്ച് ഇപ്പോൾ ഇത് നമ്മൾ അവിടെ ഞെക്കി നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പേപ്പർ എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം.
ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. എന്നിട്ട് ഈ ഓപ്പണിങ് സൈഡില്ലാണ്ട് ഈ ഓപ്പൺ ചെയ്യെങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് അഴി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. കണ്ടാ നമ്മുടെ ചെറിയ വീട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കണ്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സിട്ട് ഷെയർ ചെയ്യണം.